त्रेधायां रामरूपाय द्वापरे कृष्णमूर्तये कलौ पूर्णावताराय साई कृष्णाय ते नमः. ഓം ശ്രീ സായിരാം. ഇന്ന് ലോകം മുഴുവനും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മദിനം 95-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. സ്വാമിയുടെ ഒരു 55-ാം ജന്മദിനത്തിൽ സ്വാമി തന്നെ പറഞ്ഞു, പല ജന്മദിനങ്ങളിലും പറയുന്നുണ്ട്, എനിക്ക് ജന്മദിനമില്ല, കാരണം എനിക്ക് ജന്മമില്ല. ഇത് ഈ ശരീരത്തിൻ്റെ ജന്മദിനമാണ് നിങ്ങൾ പറയുന്നതെന്നാണ്. എനിക്ക് 54 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് 60 വയസ്സായി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ കാലാതീതനാണ്. ഈശ്വരന് ജനനമോ മരണമോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ അവതാര ശരീരത്തിൻ്റെ ഇത് കൊണ്ടാടുന്നത്? അവതാര ശരീരത്തിൻ്റെ പിറന്നാൾ എന്തിനു കൊണ്ടാടുന്നു? അത് സ്വാമി തന്നെ ഉത്തരം പറഞ്ഞു, നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടി ഞാനത് അനുവാദം തന്നതാണ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. യഥാർത്ഥത്തിൽ എൻ്റെ പിറന്നാൾ, എൻ്റെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണോ പകർത്തുന്നത്, ബൈ പ്രാക്ടീസിൽ കൊണ്ടുവരുന്നത്, അന്നാണ് എൻ്റെ ജന്മദിനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കലിയുഗത്തിലെ പൂർണ്ണ അവതാരമായ ഭഗവാന്റെ ഈ അവതാരം എന്ത് എന്ന് ആദ്യം മനസ്സിലാക്കുക. തൃതരണേ എന്ന ധാതുവിൽ നിന്നാണ് അവതാരം എന്ന പദം വരുന്നത്. തരണം ചെയ്യുക, അവതരിക്കുക, ഇറങ്ങി വരിക, പ്രകടമാവുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അവതരണത്തിലെ അവ മാറ്റിയാൽ എന്തു പറ്റും? തരണം ചെയ്യിപ്പിക്കുക. നമ്മൾ ഈ സംസാരം തരണം ചെയ്യിപ്പിക്കാൻ വേണ്ടി. പിന്നെ താരം, നക്ഷത്രങ്ങളെ നോക്കിയാണല്ലോ പണ്ട് സഞ്ചരിക്കാറ്. അപ്പം അങ്ങനെ അർത്ഥമുണ്ട്. എന്തായാലും വിവേകാനന്ദ സ്വാമികൾ അവതാരങ്ങളെ പറ്റി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ സാധാരണ ഗുരുക്കന്മാരെക്കാളും ഉയർന്നവരാണവർ. ഉത്കൃഷ്ടരുമായ മറ്റൊരു തരം ആചാര്യന്മാർ ലോകത്തിലുണ്ട്. അതായത് ഈ ലോകത്തിലുള്ള ആചാര്യന്മാരെക്കാളും മറ്റൊരു തരം ആചാര്യന്മാർ ഈ ലോകത്തിലുള്ള ഉത്കൃഷ്ടരായവരെന്നാണ്. അവരാണത്ര ഈശ്വര അവതാരങ്ങൾ. അവർക്കൊരു സ്പർശം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ആത്മീയത സംക്രമിപ്പിക്കാൻ കഴിയും. അവർ കൽപ്പിച്ചാൽ ഏറ്റവും അധപ്പതിച്ച നീചന്മാർ പോലും നിമിഷങ്ങൾ കൊണ്ട് മഹാത്മാക്കളാകും. അവർ മനുഷ്യരൂപത്തിൽ ഈശ്വരൻ്റെ പരമോത്കൃഷ്ട പ്രകാശനങ്ങളാണ്. അവരിൽ കൂടിയല്ലാതെ നമുക്ക് പരമാത്മദർശനം സാധ്യമല്ല. നമുക്ക് അവരെ ആരാധിക്കാതിരിക്കാൻ വയ്യ. വാസ്തവത്തിൽ അവരെ മാത്രമാണ് നാം ആരാധിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാം. സായി ലീലകൾ ആയിരങ്ങളിൽ പാന്തേ അസിൻ ജനറാക്ക് അദ്ദേഹം പുട്ടപ്പുറത്തിയിലേക്ക് സുഡാവേക്ക് എന്നൊരു ശിഷ്യനെ വിടുന്നത് കഥ അറിയും നമുക്ക്. വലിയൊരു ബ്രെയിനിലൊരു രോഗമായിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞ വിവേകാനന്ദ സ്വാമി പറഞ്ഞ കാര്യം ഇതാണ്. സ്വാമി ആ സുഡാവേക്കിന് ദൂരെ നിന്നുകൊണ്ട് സുഡാവേക്ക്, ഗോബാക്ക്, ഗോബാക്ക്, ഗോബാക്ക് അങ്ങനെ 3 പറഞ്ഞുള്ളൂ. അദ്ദേഹം വളരെയധികം ദുഃഖിച്ച് കരഞ്ഞ് തൻ്റെ ഗുരു ഇന്തോനേഷ്യയിലെത്തി. എന്തു പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞു, എങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യൂ. ടെസ്റ്റ് ചെയ്തു. ഡോക്ടേഴ്സൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആ രോഗം കംപ്ലീറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് ഒരു ദർശനം കൊണ്ടോ സ്പർശനം കൊണ്ടോ സംഭാഷണം കൊണ്ടോ ഒന്നുമില്ലാതെ ഒരു സങ്കല്പം കൊണ്ട് മാത്രം, ഒരു നോട്ടം കൊണ്ട് മാത്രം എന്തും മാറ്റിമറയ്ക്കാൻ കഴിയുന്നതാരോ അവരുടെ പേരാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വിവേകാനന്ദ സ്വാമികൾ അവതാരത്തെക്കുറിച്ച് പറഞ്ഞതേ. ഒരു തോണിയിൽ ഒരു 2-3 ആൾക്കാരെ നമുക്ക് അക്കരെ കടത്തിവിടാം. പക്ഷെ അവതാര പുരുഷന്മാർ ഒരു കപ്പലിൽ
ആയിരങ്ങളെ കടത്തിവിടുന്നത് പോലെയാണ് അത്ര അവതാരങ്ങൾ എന്ന് പറയും. ഇനി സ്വാമി തന്നെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലാക്കണം. ഞാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കട്ടെ. സ്വാമി താഴെയും മുകളിലും പാർശ്വങ്ങളിലും സർവസ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവതാരം എന്നതിന് താഴേക്കിറങ്ങി വരിക എന്ന അർത്ഥമാണെങ്കിലും പ്രപഞ്ചബോധത്തിൻ്റെ തരംഗങ്ങൾ ദ്രവ്യമായി ഭവിക്കുകയും ഇന്ദ്രിയ ഗോചരമാക്കുകയും നാമം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഗോചരമാകുന്ന വിധത്തിൽ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ബോധമുണ്ടല്ലോ, ഒരു നാമവും രൂപവും സ്വീകരിക്കുന്നതാണ് അവതാരം. ഇതാണത്ര അവതാരം എന്ന് സ്വാമി പറയും. എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിന് ഇറങ്ങാനോ പോകാനോ ഒന്നും ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് സ്വാമിയെ പറഞ്ഞതിൻ്റെ അർത്ഥം. സായി നിത്യാനന്ദനും ജ്യോതിസ്വരൂപനുമായ ആത്മാവാണെന്ന്. നിരാകാരമായ ആത്മാവ് ഉണ്ടായിരുന്നതല്ല. നാസതേ വിദ്യതോ ഭാവോ നാ ഭാവോ വിദ്യതേ സദാ എന്ന ഗീതയിലെ ശ്ലോകം ഉണ്ടല്ലോ. ഇപ്പോഴുള്ളതല്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതുമല്ല. അനശ്വരനായ, അത് വരുന്നതോ പോകുന്നതോ ഇല്ല. അത് വരുന്നുമില്ല, പോകുന്നുമില്ല. മരണമില്ലാത്ത, അത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി എന്തിനാണ് ഈ അവതരിക്കുന്നത് എന്ന് പറയും. ഈ അവതാരത്തിന് കാരണം കരുണയാണത്രേ. നമ്മുടെയൊക്കെ ദുഃഖവും ദുരിതവും കണ്ട് സഹിക്കാൻ വയ്യാതെ ആ ഈശ്വരൻ, ആ കാരുണ്യമൂർത്തി നാമവും രൂപമെടുത്ത് ഈ ക്ലേശഭൂയിഷ്ടമായ ഈ ലോകത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരലാണ്. എന്നിട്ടാണ് ലീലകൾ ആടുന്നത്. അപ്പോൾ എന്തിന് അവതാരത്തിന് കാരണം കരുണ തന്നെയാണ്. അവതാരം അനിർവചനീയമാണ്. എന്തിനവതരിക്കുന്നു? ലീലയ്ക്ക് വേണ്ടി. ലയം ലയതേ ഇത് ലീല. നമ്മുടെയൊക്കെ മനസ്സിനെ ലയിപ്പിക്കാനാണ് ലീലകൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ തന്നെയാണ് ലീലകൾ എന്ന് പറയുന്നതേ. അപ്പോൾ ഈ ലീലയ്ക്ക് 3 ഘടകമുണ്ട്. അതിന് 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ലാളിത്യമാണ്, അല്ലെങ്കിൽ മനോഹരം. 2 മാഹാത്മ്യമാണ്. 3 സൗലഭത്യം. എന്താ ലാളിത്യം എന്ന് പറഞ്ഞാൽ? ഈശ്വരൻ മനോഹര രൂപത്തിൽ കാരണം നമ്മളൊക്കെ ആകർഷിക്കാൻ. ഇനി മാഹാത്മ്യമോ? തന്നിലേക്ക് ആകർഷിക്കപ്പെട്ട മനസ്സിനെ തന്നിൽ തന്നെ നിലനിർത്തൽ. അതാണ് സ്വാമിയുടെ കൂടെ നടക്കുന്നവർ, ആ സ്റ്റുഡൻസ് ആയാലും ഭഗവാന്റെ ഒപ്പം നടക്കുന്നവരും എപ്പോഴും ആ സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി അവർ ഈ വേഴാമ്പൽ പക്ഷികൾ ആദ്യത്തെ മഴത്തുള്ളിക്ക് കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്നത് നമ്മൾ കാണാം. എന്തിനാണത്? അതാണ് തന്നിലേക്ക് ആകർഷിക്കപ്പെട്ട, ഒരു പ്രാവശ്യം കണ്ടുപോയി, ദർശനം കിട്ടിപ്പോയി, ആ മനസ്സിനെ തന്നിൽ തന്നെ നിലനിർത്താനുള്ള കഴിവ്. ഇതിൻ്റെ പേര് മാഹാത്മ്യം. ഇനി സൗലഭത്യം. ഈ ജഗത്ത് മുഴുവനും സുലഭമാണ്. ഇനി ഈ അവതാര ഫലങ്ങൾ 8 തരാണെന്ന് പറയും. ഒന്ന് ഭക്തരെ അനുഗ്രഹിക്കാൻ, സാധകരെ അനുഗ്രഹിക്കാൻ, യോഗികൾക്ക് ദർശനം കൊടുക്കാൻ, സമഷ്ടി പ്രാർത്ഥനയെ അനുഗ്രഹിക്കാൻ. ഉദാഹരണം, ഭൂമിദേവിയുടെ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് അവതാരത്തിന് കാരണം. ഇപ്പോൾ സ്വാമിയുടെ അവതാരത്തിൻ്റെ കാരണം എടുത്താലോ, പറഞ്ഞുകൊണ്ടല്ലോ, ഭൂമിദേവി കരയണമെന്നല്ലേ ആ യോഗി അവധൂതൻ കൊണ്ടമരാജുവിനോട് പറഞ്ഞത് ഓർക്കുക, നമ്മൾ അറിയും. അത് ഭൂമിദേവിയുടെ കരച്ചിൽ നീ കേൾക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ മഹാ അവധൂതൻ്റെ പ്രാർത്ഥന, ഭക്തന്മാരുടെ പ്രാർത്ഥനയൊക്കെയാണ് അത്രേ ഇവിടെ ഭഗവാൻ ഇവിടെ അവതരിക്കാനൊക്കെ കാരണം എന്ന് പറയുന്നു. ഇനി ദുഷ്ടശിക്ഷണം എന്ന് വേദങ്ങളിലൊക്കെ പറയുമെങ്കിലും ഈ അവതാരത്തിൽ അങ്ങനെ ഒരു ദുഷ്ടശിക്ഷണമൊന്നുമില്ല. ഓൺലി മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ, മാനസിക പരിവർത്തനം മാത്രമേ ഉള്ളൂ എന്ന് സ്വാമി പറയും. പിന്നെ അജ്ഞാനപാപത്തിൻ്റെ നാശനം, ധർമ്മോപദേശം, പുണ്യം വർദ്ധിപ്പിക്കൽ, ഇതൊക്കെ ഉണ്ട്. ഏതായാലും 8 തരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയും. ഒന്ന് ഗുണാവതാരം, സത്വം തമസ് രജസ്
അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു ശിവരൂപത്തിൽ അവതരിക്കൽ. 2 അംശാവതാരം. ഈ ഗുണങ്ങളുടെ അംശം പ്രകടിപ്പിക്കലാണ്. അത് ഉദാഹരണം ഗജേന്ദ്രമോക്ഷത്തിൽ വിഷ്ണു ഹരിരൂപത്തിൽ. ഇനി കലാവതാരാണ്. 16 കലകളാണ്. മത്സ്യക്കൂർമ്മ വരാഹമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കലാവതാരത്തിൽ പെടും. ഇനി ആവേശാവതാരം. ഭഗവാൻ കാർത്തികവീരാർജുനനിലേക്ക് ആവേശിച്ചു, അവസാനം താൻ തന്നെ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. താൻ തന്നെ നിഗ്രഹിക്കുന്ന കാര്യം കാർത്തികവീരാർജുനൻ്റെ കാര്യം. അതുപോലെ പരശുരാമൻ ആവേശ അവതാരമെന്ന് ചിലർ പറയും. തൻ്റെ എല്ലാ ശക്തികളെയും ഭഗവാൻ ലയിപ്പിക്കുകയാണ്. പരശുരാമൻ്റെയും രാമൻ്റെയും കഥ അറിയുമല്ലോ. ഇനി ജ്ഞാനാവതാരം. ഈ കപിലൻ ഹംസാരൂപത്തിൽ അവതരിക്കുന്നുണ്ടല്ലോ, സനകാദികളോട് ജ്ഞാനം ഉപദേശിക്കുന്നുണ്ട്. കപിലൻ ഒരു ജ്ഞാനാവതാരമാണ്, കപിലവാസുദേവൻ. അതുപോലെ ഹംസരൂപത്തിൽ സനകാദികളോട് ജ്ഞാനം ഉപദേശിക്കുന്നുണ്ട്. അതൊക്കെ ഈ ജ്ഞാനാവതാരത്തിൽ പെടും. ഇനി ഈ അവതാരങ്ങൾ ഭൂമിയിലൊന്നും മാത്രമല്ല അത്ര, സത്യലോകത്തും എവിടെ വേണമെങ്കിലും ആവാം. ഇപ്പം നമ്മൾ വിചാരിച്ച് ഭൂമിയിൽ മാത്രമല്ല, ഏത് ലോകത്തിലും ആവാം അവതാരം. ഇനി സ്ഫൂർത്തി എന്ന് പറയും. ഐശ്വര്യം, വിഭൂതികൾ ഒക്കെ ഗീതയിലെ 10-ാം അധ്യായത്തിൽ എന്തിലും ഹിമാലയം, ഗംഗ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഭഗവാൻ. കൃഷ്ണീനാം വാസുദേവോസ്മി, വേദാനാം സാമവേദോസ്മി ഒക്കെ, അതൊക്കെ സ്ഫൂർത്തി അവതാരങ്ങളാണ്. ഇനി അർച്ചാവതാരം. അതാണ് അർച്ചിക്കാനുള്ള അവതാരം. വിധിപ്രകാരം ഈ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ, ഫോട്ടോ തുടങ്ങിയത് ഒക്കെ, ഇതൊക്കെ അർച്ചാവതാരം. അതാണ് ഈ ഫോട്ടോ നിന്നൊക്കെ 84 തരത്തിൽ സ്വാമിയുടെ പടങ്ങളിൽ നിന്നൊക്കെ വിഭൂതിയും അമൃതവും തുടങ്ങിയതൊക്കെ വരും. നമ്മളിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് അർച്ചാവതാരത്തിൻ്റെ പ്രത്യേകത. ഇനിയാണ് പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. എല്ലാ കലകളെയും വിഭൂതികളെയും ആവിഷ്കൃതമാക്കൽ. ഇതാണ് 16 കലകളോട് കൂടിയിട്ട് ഭഗവാന്റെ അവതാരം. അതാണ് പൂർണ്ണ അവതാരം. രാമൻ, കൃഷ്ണൻ, സായി ഇതൊക്കെ പൂർണ്ണ അവതാരത്തിൽ പെടുമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഭഗവാൻ. ഇവിടെ രാമകൃഷ്ണദേവൻ തന്നെ പറയും, ഒരാളിങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇയാളെ കാണാൻ പറ്റണില്ല. അപ്പം ആരാണ് ടോർച്ച് അടിക്കുന്നത് എന്നറിയണമെങ്കിൽ ആ ടോർച്ച് തൻ്റെ മുഖത്തേക്ക് താൻ തിരിച്ചെങ്കിലേ പറ്റൂ. എന്നതുപോലെ ഒരു അവതാരത്തെ അറിയാൻ ഒരു അവതാരം തന്നെ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവാൻ ആയിരക്കണക്കിന് സദസ്സുകളിലെ ഞാൻ അവതാര പുരുഷൻ തന്നെ, സച്ചിദാനന്ദ പരബ്രഹ്മം തന്നെ എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം, വേറൊരു അവതാര പുരുഷനെ, വേറൊരു അവതാരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒരു അവതാരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ വേറൊരു അവതാരത്തിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ടോർച്ച് തന്നിലേക്ക് അടിക്കുന്നത് പോലെ താൻ തന്നെ വെളിപ്പെടുത്തിയെങ്കിലേ പറ്റൂ. വേറൊരു ഉദാഹരണം കൂടി രാമകൃഷ്ണദേവൻ പറയുവേ. ഒരു രാജാവ് വേഷം മാറിയിട്ട് രാജ്യത്ത് നടക്കുന്ന സംഗതികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അംഗരക്ഷകന്മാർ, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ ഇവരൊക്കെ ഉണ്ടാവും. അവർക്കറിയാം ഇതാര് എന്ന്, ഞങ്ങളുടെ കൂടെ നടക്കുന്ന ആര്. അതേപോലെ ഒരവതാരം അവതരിച്ചു വരുമ്പോൾ അവതാരത്തിൻ്റെ കൂടെ അനവധി യോഗികളും ഋഷികളും സിദ്ധന്മാരും മഹാത്മാക്കളും ഒക്കെ ഉണ്ടാവും. അവർക്കറിയാം ഭഗവാൻ ആര് എന്ന്. അതുകൊണ്ട് എല്ലാവർക്കൊന്നും അവതാരത്തെ തിരിച്ചറിയാൻ കഴിയില്ല. നമേവിത് സുരഗണാഹ പ്രഭവം നമഹർഷയ അഹമാതുർഹി ദേവാനാം മഹർഷീണാം ച സർവശ എന്ന് ഗീതയിൽ വരും. എന്നിൽ നിന്നാണ് അർജുന മഹർഷിമാരും സിദ്ധന്മാരും യോഗികളും ദേവന്മാരും ഒക്കെ ഉണ്ടായതേ. സുരന്മാരും അസുരന്മാരും ഒക്കെ, അവർക്ക് എന്നെ എങ്ങനെ അറിയാൻ പറ്റും? എന്നിൽ നിന്നുണ്ടായ അവർക്ക് എന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദ്യമുണ്ട്. ഇത് തന്നെയല്ലേ സ്വാമി 1968 മെയ് 17 ആ ബോംബെയിൽ ആദ്യത്തെ സത്യസായി സംഘടന ലോക സമ്മേളനം നടക്കുമ്പോൾ സ്വാമി പറഞ്ഞത് ഇത് തന്നെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അവതാര പുരുഷൻ ശരീരത്തിലിരിക്കുമ്പോൾ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. വേറെ അവതാര പുരുഷന്മാർക്കൊന്നും സംഘടന ഉണ്ടാക്കിയിട്ടില്ല.
ഇതാ ഈ അവതാര പുരുഷൻ ശരീരത്തിലിരിക്കുമ്പോൾ ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എൻ്റെ ദർശനം കിട്ടാൻ എത്ര പുണ്യം നിങ്ങൾ ചെയ്തു. അതുപോലെ നിങ്ങളെ എനിക്കിത് കാണാനുള്ള ആ ഭാഗ്യവും ഉണ്ടായല്ലോ എന്ന് പറയും. നിങ്ങൾ എത്ര ആയിരക്കണക്കിന് കൊല്ലങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തപസ് അനുഷ്ഠിച്ചാലും ശരി, എൻ്റെ ആ മാഹാത്മ്യത്തെ നിങ്ങൾക്കറിയാൻ പറ്റില്ല. എൻ്റെ രഹസ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തിന്? അംശാവതാരങ്ങൾക്ക് പോലും, മഹർഷീശ്വരന്മാർക്ക് പോലും, യോഗികൾക്കും കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സർവദേവതാ സ്വരൂപലന്നു ധരിഞ്ചിന മാനവ ആകാരമേ ഏക ആകാരമോ എന്ന് തെലുങ്കിൽ സ്വാമി പറയുന്നുണ്ട്. സർവദേവത അതീത സ്വരൂപനാണ് ഞാൻ. ഏതൊക്കെ ദേവന്മാരെയോ ദേവിമാരെയോ ആണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത്, അവരുടെയൊക്കെ അതീത, എല്ലാവരും കൂടി ചേർന്നാൽ കിട്ടുന്നൊരു തുകയുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് ഞാൻ എന്ന് സ്വാമി പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സ്വാമിയുടെ ഈ അവതാരത്തിനെ കുറിച്ച് തന്നെ എത്ര ലീലകളും കഥകളും നമുക്ക് പറയാനുണ്ടെന്നറിയാം. ഹിമാലയത്തിലെ കങ്കൽമ ആനന്ദമയി ദേവി, അവരുടെ 1982 സമാധി സമയത്ത് അവർ പറഞ്ഞ വാക്കുതാണ്. അതിനു മുമ്പ് പലവരും ചോദിക്കും സായിബാബ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സമാധി സമയത്ത് പറയാമെന്നാണ് പറഞ്ഞത്. അവസാനം അവർ സമാധി സമയത്ത് പറഞ്ഞതാണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അവതാരങ്ങളെക്കാൾ സർവശ്രേഷ്ഠ അവതാരമാണ് ശ്രീ സത്യസായി ബാബ എന്നും, ഇനി ഇതുപോലൊരു അവതാരം ഉണ്ടാവാൻ 60,000 വർഷങ്ങൾ വേണ്ടി വരും എന്നും പറഞ്ഞാണ് അവരുടെ സമാധി ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മഹർഷിമാർക്കും യോഗികൾക്കൊക്കെ ഭഗവാന്റെ കഥകൾ അറിയാം, ഭഗവാന്റെ ലീലകൾ അറിയാം, ഭഗവാൻ ആരെന്നറിയാം. അതുകൊണ്ടാണല്ലോ പറയാൻ തീരാത്തതായിട്ടുള്ള സകല നാഡികളിൽ ബുധനാഡി, സുഖനാഡി, ബ്രഹ്മനാഡി, ശുക്രനാഡി, വസിഷ്ഠനാഡി, പത്മപുരാണം, ജൈമിനി മഹാഭാരതം, ബൈബിള്, മുഹമ്മദ് നബിയുടെ പ്രകാശ സമുദ്രം, ഓഷൻ ഓഫ് ലൈറ്റ്, അങ്ങനെ എത്ര പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ സായിയുടെ അവതാരത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ അവതാരം വരുന്നതും വാഗ്ദത്തം ചെയ്യപ്പെട്ട ഗുരു എന്നൊക്കെയാണ് മഹദി മൗദ് എന്ന ഇസ്ലാം വാക്ക് ഇതിലെ അർത്ഥം. അങ്ങനെയുള്ള ഗുരുവിൻ്റെ വരവിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ അവതാര പുരുഷനെ മനസ്സിലാക്കാൻ മഹാത്മാക്കൾക്കും ജ്ഞാനികൾക്കൊക്കെയാണ് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ നിലയിലൊക്കെ നമ്മളും ഉയർന്നു കഴിഞ്ഞാൽ നമുക്കും സാധിക്കും. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ജഗ്ഗി വാസുദേവ് എന്ന് പറയും, സദ്ഗുരു ജഗ്ഗി വാസുദേവ്, അദ്ദേഹം സ്വാമിയെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്: 20ാം നൂറ്റാണ്ടിലെ പ്രതിഭാസം തന്നെയാണ് ഭഗവാൻ ബാബ എന്നാണ്. ഭാരതത്തിൽ മാത്രമല്ല, ആഗോള പ്രതിഭാസം തന്നെയാണെന്ന് പറഞ്ഞത്. സമത്വത്തിൻ്റെ വക്താവാണ്. ഏതു നിലയിൽ? ബാബ ജാതി, മതം, വിശ്വാസം, വർഗവിവേചനം, ലിംഗഭേദം ഒന്നുമില്ലാത്ത ഒരു ലോകത്തിനായി നിരന്തരമായി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാമൂഹിക പ്രവർത്തനം, വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും ആഗോള തലത്തിൽ തന്നെ ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞു. ബാബയുടെ സമാധി ഒരു വലിയ പ്രചോദനമായിരുന്ന ഒരു പ്രഹേളിക വ്യക്തിത്വത്തിൻ്റെ അന്ത്യം കുറിക്കുന്നു. ആരാത് പറഞ്ഞതെന്ന് നോക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സദ്ഗുരുവാണ്. ഇതാണ് നമ്മൾ ആരുടെ വാക്കാണ് എടുക്കേണ്ടത്? അതായത് മഹാത്മാക്കൾ എന്തു പറഞ്ഞു അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മഹാജനോ ഏനഗത സപ്പന്ത എന്ന് പറയും. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ മഹാജനോ ഏനഗത സപ്പന്ത. ഇതേത് എന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരിക്കും. ധർമ്മമെന്ത് അധർമ്മമെന്ത് തിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത് എന്ത് ചെയ്യണം? മഹാത്മാക്കൾ ഏത് വഴിയെ പോയി ഇരിക്കുന്നുവോ അതുവഴിയെ പൊക്കോളൂ.
ഇനി മഹാത്മാക്കളുടെ വാക്കിനെ പ്രമാണമായിട്ടെടുത്തോളൂ എന്ന് പറയുകയാണ്. അപ്പം അവരുടെയൊക്കെ വാക്കിനെ നമ്മൾ പ്രമാണമായിട്ട് എടുത്തെങ്കിലേ പറ്റൂ. ഇനി ആ ഭഗവാന്റെ ആ കാലം ഏത് കാലം എന്ന് മനസ്സിലാക്കണം. ഏത് കാലത്താണ് ഭഗവാന്റെ? ഇപ്പോൾ ഉള്ള മണ്ഡലക്കാലം തന്നെ. എന്താണ് മണ്ഡലക്കാലം? അനാദിയായിട്ടുള്ളൊരു കാലചക്രമുണ്ട്. അത് കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിരന്തരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലചക്രം എന്ന് പറയണത്. അനാദിയായിട്ടുള്ള കാലചക്രത്തിൻ്റെ 1926 എന്നൊരു ശിലയുണ്ട്. ആ ശിലയോട് ചേർത്ത് വയ്ക്കാൻ പാകത്തിൽ ഒരൊറ്റ കല്ലുള്ളൂ. അതാണ് 2011 എന്ന ശ്യാമശില. അപ്പോൾ അനാദിയായ കാലത്തിൽ 1926 എന്ന നാഴികക്കല്ലിനോട് ചേർത്ത് വയ്ക്കാൻ പാകത്തിൽ 2011 എന്ന ശ്യാമശില മാത്രം, അതായത് കറുത്ത ശില എന്നാണ്. ഈ രണ്ടിനും ഇടയിൽ ഒരു കാലുണ്ട്. ഈ കാലത്തിൻ്റെ പേരാണ് 85 വർഷങ്ങൾ. ഭൗതിക വർഷങ്ങൾ മാത്രം. ഇപ്പോൾ സ്വാമി 96 എന്നൊക്കെ പറഞ്ഞല്ലോ പലരും പറയാ. ഐ വിൽ ബി ഇൻ ഫിസിക്കൽ ഫോം ബിയോണ്ട് 2020 എന്ന് സ്വാമി തന്നെ കസ്തൂരിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 85ഉം 96 ഒക്കെ പോയി. അതാണ് ഈശ്വരൻ്റെ ഇച്ഛ. ഭഗവാന്റെ ഇച്ഛ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലെ ശിവയോഗി മഹാരാജ്, മഹായോഗി, അദ്ദേഹത്തെ ഈശ്വരനായിട്ട് കണക്കാക്കും. അദ്ദേഹം പറഞ്ഞു 2005 എൻ്റെ സമാധി. ബാബ ശരീരം ത്യജിക്കുന്നതിന് 6 വർഷം മുമ്പ് താൻ സമാധിയാവും. അപ്പോൾ കണക്കൂട്ടിയാൽ അറിയാം. സ്വാമി സ്വധാമഗമനം 2011. അപ്പോൾ ഇതിൽ 6 വർഷമാകുമ്പോൾ 2005. അപ്പം അദ്ദേഹം തന്നെ തൻ്റെ ശിഷ്യന്മാരോട് അത് നേരത്തെ തന്നെ പ്രവചിച്ചിരിക്കുകയാണെന്നാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കർത്തും അകർത്തും അന്യതാ കർത്തും ശക്യത ഏനസ ഈശ്വര എന്നാണ്. ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരു കാര്യത്തെ മാറ്റിമറയ്ക്കാനും ആർക്ക് കഴിയുന്നുവോ അവരുടെ പേരാണ് ഈശ്വരൻ. അപ്പോൾ നമ്മുടെയൊക്കെ സങ്കല്പങ്ങളൊക്കെ മാറ്റിമറയ്ക്കുന്നതും ഒരു ലീല തന്നെയാണ് അത്രേ. ഇപ്പോൾ നമ്മളപ്പോൾ ഹോസ്പിറ്റലിൽ സ്വാമി കിടക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി പണ്ടത്തെ പോലെ തിരിച്ചു വരാൻ വേണ്ടി എത്ര യാഗങ്ങളും യജ്ഞങ്ങളും പ്രാർത്ഥനകളും ഭജനകളൊക്കെ നടത്തി. അതൊക്കെ സങ്കല്പങ്ങൾ തെറ്റിക്കുന്നതും ഭഗവാന്റെ ലീല. അയോധ്യ മുഴുവനും രാമന് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ടും രാമൻ വനത്തിൽ പോയില്ലേ? അഭിമന്യുവിന് വേണ്ടി എത്ര പ്രാർത്ഥന നടത്തി, എന്നിട്ടും അഭിമന്യു വധിക്കപ്പെടുകയല്ലേ ചെയ്തത്? ഇതൊക്കെയാണ് ആ ഈശ്വരൻ്റെ ലീലകൾ. നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പം ഈ 85 വർഷങ്ങൾ ഭൗതിക വർഷമാണ് മാത്രമാണത്. ഈ ചരിത്ര നാളുകൾ പ്രപഞ്ച പരിണാമത്തിലെ സർഗവൈഭവത്തിൻ്റെ ഇതാണ്. മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള മൂർത്ത വിചാര വിപ്ലവത്തിൻ്റെ വിഭ്രാമകവും വിശ്വാസയോഗ്യവും വിലോപനീയവുമായ സംവാദത്തിൻ്റെതാണ്. അതാണ് ഗീത എന്ന് പറയുന്ന ജീവേശ്വരൻ്റെ, ജീവനും ഈശ്വരനും തമ്മിലുള്ള സംഭാഷണം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സ്വാമി പറയില്ലേ? അതുപോലെ ഈശ്വരനും ജീവനും തമ്മിൽ നിരന്തര ദർശന സ്പർശന സംഭാഷണങ്ങളൊക്കെ കിട്ടിയ കാലമാണിത്. സാമീപ്യ സാരൂപ്യ സാലൂക്യത്തിൻ്റെ കാലങ്ങൾ. അതായത് ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും മഹിത ശില്പങ്ങളാക്കിയിട്ട് മാനവ ജീവിതത്തെ സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യങ്ങളാൽ നിരന്തരം അനുഗ്രഹിച്ച കാലം. പ്രപഞ്ചം മുഴുവൻ തളിർക്കുക, മുട്ടിടുക, പൂവിരിയും ചെയ്യുന്ന പുണ്യകാലം. ജീവലോകത്തെ ആകമാനം ഋതുരാജനായ വസന്തത്തെ പോലെ സേവിക്കുന്ന ആത്മീയതയുടെ മണ്ഡലക്കാലം, ഇപ്പോഴത്തെ മണ്ഡലക്കാലം തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മണ്ഡലക്കാലം തന്നെയാണ് ഭഗവാന്റെ ഈ 85 വർഷങ്ങളാണ്. ഈ കാലഘട്ടത്തിൻ്റെ നിത്യനൂതനമായ വിഷുക്കണിയാണ് പ്രശാന്തി നിലയം. ഈ കാലത്തിൻ്റെ തന്നെ സത്യവിസ്മയമായ സൗന്ദര്യമാണ് സത്യനാരായണ രാജുവായ ഭഗവാൻ ബാബ. ഇപ്പം ദർശനഭാഗ്യത്താൽ ചിന്താ വാക്ക് കർമ്മങ്ങളെ മഹാത്ഭുതങ്ങളുടെ മഹേന്ദ്രജാലമാക്കിയ കാലസന്ധി.
അപ്പോൾ സായി അറിഞ്ഞവരോ സിദ്ധരായി ഭവിക്കുന്നു, അമൃതരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ അമൃതരായി മാറും, തൃപ്തരായി തീരുന്നു, മത്തരായി മതിക്കുന്നു, സ്തബ്ധരായിട്ട് നിൽക്കുന്നു, ആത്മാരാമ തത്വമായി അനുഭവിക്കും, അല്ലെങ്കിൽ ആത്മാരാമ തത്വത്തെ അനുഭവിക്കുന്നു. ഇതാണ് യം ലബ്ധ്വാ തൃപ്തോ ഭവതി സിദ്ധോ ഭവതി ആത്മാരാമോ ഭവതി എന്ന് നാരദഭക്തി സൂത്രത്തിൽ നാരദൻ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ നമ്മൾ സ്വാമി തന്നെ പറഞ്ഞല്ലോ, വനത്തിലെ കാട്ടാള സ്ത്രീകൾക്ക് ഈ ചന്ദനത്തിൻ്റെ റേറ്റ് അറിയില്ല അത്രേ. അവർ ചന്ദനം മുട്ടി കൊണ്ടൊക്കെയാണ് ഈ ചോറ് വയ്ക്കുന്നത്. എന്നുപോലെ ഭഗവാന്റെ കൂടെ നമ്മൾ എത്ര കാലം ഭഗവാന്റെ മഹിമ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്തായാലും തന്നെ ആയിരക്കണക്കിന് ലീലകൾ എവിടെയാണ് പറയേണ്ടത് നമുക്കറിയില്ല. ഇപ്പോൾ ഒരു 700 കോലുള്ള തീപ്പെട്ടി എന്ന് സ്വാമി പറയും ഗീത. അതിൽ ഏതെടുത്താലും ഒന്ന് മതി. എന്നുപോലെ അരി വെന്തോ എന്ന് നോക്കാൻ എല്ലാ അരിയും എടുത്ത് അമർത്തി നോക്കണ്ട, ഒന്നും എടുത്താൽ മതി എന്നുപോലെ സ്വാമിയുടെ അവതാരം ഏത് ലീലകൾ എവിടെ എടുത്താലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണം തന്നെ നമുക്ക് നോക്കാമാണ്. ഒരിക്കൽ സ്വാമിയോട് ഒരു ഭക്തൻ ചോദിച്ച ചോദ്യം, എന്താണ് സ്വാമി ഈ ത്രിപുര രഹസ്യം എന്ന് ചോദ്യമുണ്ട്. നല്ല ചോദ്യമാണ്, ത്രിപുര രഹസ്യം. ഇപ്പോൾ സ്വാമി ആ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ബ്രഹ്മദേവന് ഒരു സംശയം ഉണ്ടായി, ഡൗട്ട്. ബ്രഹ്മദേവൻ്റെ സംശയം സാധാരണ സംശയമായിരിക്കില്ല, നമ്മളെക്കാളൊക്കെ അപ്പുറത്തായിരിക്കും. അത് ആധ്യാത്മിക സംശയം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം, സംശയ നിവാരണത്തിന് വേണ്ടി വിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. വിഷ്ണു പറഞ്ഞ് എനിക്കറിയാം, നമുക്ക് ശിവൻ്റെ അടുത്ത് പോകാം. അപ്പം ശിവൻ്റെ അടുത്ത് പോയി. ആ ശിവൻ പറഞ്ഞു, അത് എനിക്കറിയില്ല, നമുക്ക് വേറൊരു സ്ഥലം ഉണ്ടെന്നാണ്. ത്രിപുരാദേവിയുടെ അടുത്ത് പോകാം. അങ്ങനെയാണ് ഇവർ 3 പേരും കൂടി ത്രിപുരാദേവിയുടെ അടുത്തെത്തി. ത്രിപുരാദേവി പറഞ്ഞത് എനിക്കറിയാം, ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്നാണ്. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പല പല ലോകങ്ങളും കടന്നു. അവിടെ എത്തിയപ്പോൾ ആ ദർബാറിലെത്തിയത് ത്രിമൂർത്തികൾ 3ഒന്നുമല്ല, അവിടെ അനവധി ബ്രഹ്മാണ്ടങ്ങളും ത്രിമൂർത്തികളും സിംഹാസനങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. അവരെല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്. ആ വഴിക്ക് പോയിട്ട് ഇവിടെ നമസ്കരിക്കൂ എന്ന് ത്രിപുര ദേവി പറയണം. അപ്പം ഇവരെല്ലാവരും അവിടെ നമസ്കരിച്ചു. തല പൊക്കി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കണ്ടത് ഭഗവാൻ സത്യസായി ബാബയുടെ രൂപം. ഇതാണ് ലോഡ് എന്ന് പറയും. ഇത് സ്വാമി തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, എന്താണ് ത്രിപുര രഹസ്യം എന്നുള്ളത്. അപ്പം അതൊന്ന് തന്നെ നമുക്ക് മതി. എന്തായാലും ഹിന്ദുവിൻ്റെ പ്രമാണപ്രകാരം അല്ലെങ്കിൽ ഭാഗവതത്തിലൊക്കെ കൽക്കിയെക്കുറിച്ച് വരുന്നുണ്ട്. ആ കൽക്കി സ്വാമി പറയുന്നു ശമ്പാലയിലാണത്രേ കൽക്കിയുടെ അവതാരം. ശമ്പാല എന്ന് വെച്ചാൽ പ്രശാന്തിയുടെ തീരം എന്നാണ് അർത്ഥം. അത് പ്രശാന്തി നിലയമല്ലാതെ വേറെ ഏത് തീരമാണ്? അതുകൊണ്ട് കൽക്കി ഞാൻ 3ആയി ഡിവൈഡ് ചെയ്തതാണ്. കാരണം ഒന്നിച്ചു വന്നാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമർ 11 kV നേരിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ട നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് എന്നതുപോലെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തതാണത്രേ ഈ ഷിരിഡി, പർത്തിസായി, ഇനി വരാൻ പോകുന്ന പ്രാമസായി. ഇത് 3ഉം ചേർന്നത് തന്നെയാണ് ഈ കൽക്കി അവതാരം എന്ന് പറയുന്നുണ്ട്. അത് സ്വാമി തന്നെ ഒരിക്കൽ പറഞ്ഞതാണ് ഈ കൽക്കി അവതാരത്തെക്കുറിച്ചിട്ട്. എന്തായാലും ഈ അവതാരകാലത്ത് നമുക്ക് ജനിക്കാൻ പറ്റി. ആ അവതാരത്തിൻ്റെ ദർശന സ്പർശന സംഭാഷണങ്ങളും ഒക്കെ മുഴുകാനും അനുഭവിക്കാനൊക്കെ സാധിച്ചു. ഇതുപോലൊരു ചരിത്രം ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സ്വാമി തന്നെ. എത്ര യുഗങ്ങളിൽ എല്ലാം തപസ്സും യാഗങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളൊന്ന് എന്നെ പ്രത്യക്ഷപ്പെടുത്തിയത്. ഇതാ നിങ്ങളുടെ മുമ്പിൽ ഒരു തപസ്സും ഒരു യാഗവും ഒന്നും ചെയ്യാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതാ അവതരിച്ചിരിക്കുന്നു. എൻ്റെ ഉപദേശങ്ങൾ മാത്രം നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി എന്നാണ് സ്വാമി പറയുന്നത്. അപ്പോൾ അത്രയും പുണ്യം നിറഞ്ഞതാണ് ഈ കാലസന്ധി അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മഹാസമാധിയിൽ നമ്മൾ പോകുന്നുണ്ട്, ഇപ്പോൾ ലക്ഷങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത് എന്തിന് എന്ന് ചോദിക്കുമല്ലോ.
ഈ സ്ഥൂല ശരീരം എല്ലാവരുടെയും നഷ്ടപ്പെടും. അത് അവതാര പുരുഷന്മാരുടെയും മഹാത്മാക്കളുടെ ആയാലും. അതാരുടെയും ജാതസ്യ ധ്രുവവും മൃത്യുധ്രുവം ജന്മമൃതസ്യ ച എന്നാണ്. പിന്നെ സൂക്ഷ്മ ശരീരമോ, അത് ഈ അവതാര പുരുഷന്മാർക്ക് സൂക്ഷ്മ ശരീരമൊന്നുമില്ല. അവർക്ക് കാരണ ശരീരമില്ല. അവർക്ക് അജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കാരണ ശരീരമോ വാസനകളില്ലാത്തതുകൊണ്ട് സൂക്ഷ്മ ശരീരം ഒന്നുമില്ല. പിന്നെ എന്തുണ്ട്? പിന്നെ എന്തിനാണ് നമ്മൾ മഹാസമാധിയിൽ പോയി ലക്ഷങ്ങൾ പോയി പൂവൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ തൊഴുകാൻ വേണ്ടിയിട്ട്? അവിടെയാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത് എന്നാണ്. അവതാര പുരുഷന്മാർ മഹാത്മാക്കൾ ഇവിടെ നിന്ന് പൊക്കോട്ടെ, പക്ഷേ ഒരു കാര്യം ഏതു കാലത്തും നിലനിൽക്കും. അവരുടെ നാമം, അവരുടെ ലീലകൾ, അവരുടെ ഉപദേശങ്ങൾ ഏതു കാലത്തും നിലനിൽക്കും. രൂപം പൊക്കോട്ടെ, അവരുടെ നാമം ഏതു കാലത്തും നിലനിൽക്കുമത്രേ. അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. ആൻഡ് ഈവൺ ഇഫ് ഐ ഡൈ മൈ ബോൺസ് വിൽ വർക്ക് വണ്ടേഴ്സ് എന്ന് പറഞ്ഞതും ഷിർഡി ഭഗവാൻ പറഞ്ഞു, ഞാനിവിടെ നിന്ന് പോയാലും എൻ്റെ അസ്ഥികൾ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞതും ഒക്കെ ഈ കാര്യം തന്നെയാണ്. അവിടെ ഈ പ്രപഞ്ചമുള്ള കാലം വരെ ഭഗവാന്റെ നാമം, ഭഗവാന്റെ ലീലകൾ ഒക്കെ ഏത് കാലത്തും നിലനിൽക്കും. ഇതാണ് സമാധിയിൽ പോയി ദർശിക്കുന്നതിൻ്റെ ഒക്കെ കാര്യം. എന്തായാലും സ്വധാമഗമനത്തിന് മുമ്പ് ആ തലേ ദിവസം 24-നാണല്ലോ, 23-ാം തീയതി രാത്രി ശ്രീമാദേവാന് ഒരു സ്വപ്നത്തിൽ സ്വാമി പറയുന്നുണ്ട് 3 കാര്യങ്ങളെ കുറിച്ചിട്ടേ. എല്ലാം സാധ്യമാണ്, എല്ലാം നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന ഒരു അത്യത്ഭുതം, വരാൻ പോകുന്ന ഒരു അത്യത്ഭുതം. അതെന്താണ്? ഇത് തന്നെയാണ് ഗോകക്കിനോട് അനവധി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും, ഒരു ദിവ്യ മുഹൂർത്തം വരാൻ പോകുന്നു എന്നാണ്. അപ്പം ഈ വരാൻ പോകുന്ന ആ മഹാത്ഭുതം എന്ത് എന്ന് സ്വാമിക്ക് മാത്രമേ അറിയൂ. ഈ പറഞ്ഞ സ്ഥൂലശരീരത്തിൽ തന്നെ സ്വാമി എത്ര സ്ഥലത്ത് എത്ര ഭക്തന്മാർക്കാണ് ഇപ്പോഴും ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹാ അത്ഭുതം എന്നത് ഇനി ഭഗവാന്റെ തിരിച്ചുവരവാണോ എന്താണെന്ന് നമുക്കറിയില്ല. അത് ഭഗവാന് മാത്രമേ അത് മനസ്സിലാക്കാൻ, അല്ല അത് നമ്മളെ മനസ്സിലാക്കി തരാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ആ ഭഗവാന്റെ ആ ലീലകൾ. എന്തു തന്നെ ആയാലും അവിടെ പോയി സമാധിയിൽ നമ്മൾ ശ്രദ്ധയാകുന്ന ദീപാണ് കൊളുത്തേണ്ടത്. ശ്രദ്ധ, ഭക്തിയുടെ ദിവ്യജലം അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കണം. സംയമമുണ്ടല്ലോ, സംയമനത്തിൻ്റെ സുഗന്ധപുഷ്പങ്ങൾ അർച്ചന ചെയ്യുക. വ്യക്തിബോധം അല്ലെങ്കിൽ അഹങ്കാരമാവുന്ന കർപ്പൂരം അവിടെ കത്തിക്കണം. ഭഗവാൻ ബാബ അമർത്യതയുടെ ലോകത്ത് നിന്നുകൊണ്ട് മൃദു മന്ദസ്മരത്തോടെ അല്ലെങ്കിൽ മൃദുമന്ദ സ്മരത്തോടെ ഭഗവാൻ വിളിക്കുകയാണ് നമ്മളെ, പ്രേമസ്വരൂപലാര പ്രേമസ്വരൂപരാര. എപ്പോഴും സ്വാമി അങ്ങനെയാണല്ലോ നമ്മളെയൊക്കെ സംബോധന ചെയ്യുന്നത്. ആ പ്രേമസ്വരൂപലാര എന്ന ആ വിളി നമുക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റണം. അത് തന്നെ സ്വാമി എടുത്തെടുത്ത് പറഞ്ഞുണ്ട്. 1999 ഒരു വലിയ സയൻറ്റിസ്റ്റ്, ഒരു ജ്യോതിഷ പണ്ഡിതൻ സ്വാമിയോട് ചോദിക്കുന്നുണ്ടല്ലോ, പഞ്ചഗ്രഹ യോഗം വരുന്നുണ്ടല്ലോ സ്വാമി എന്ന് പറയുന്നുണ്ട്, ഭൂമിക്ക് താങ്ങാൻ പറ്റുമോ? അപ്പോൾ സ്വാമി പറഞ്ഞ മറുപടി ഇതാണ്, അതിനല്ലേ ഞാൻ അവതരിച്ചത്, അതിനല്ലേ ഞാൻ അവതരിച്ചത്. അപ്പം ഈ പഞ്ചഭൂതങ്ങളെ നമ്മളിങ്ങനെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് അത്ര സ്വാമി കാല് നിലത്ത് വയ്ക്കാതിരിക്കുന്നതെന്നാണ്. ആ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടേ അപ്പം അതൊക്കെ അനുഭവിച്ച് തീർക്കുകയാണ് ഭഗവാൻ. അതുപോലെ ഈ ഐസക് ടിഗ്രറ്റിനോട് സ്വാമി പറയുന്നുണ്ടല്ലോ, അതായത് ഭാരതം ലോകത്തിന് വഴി കാണിക്കും, സുവർണയുഗം വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് പല പാഠങ്ങളും പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനു മുമ്പ് പല പാഠങ്ങളും പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടി വരും എന്ന് പറയും. ഈ 2009 കാലങ്ങളിലാണോ 9-ലാണ് സ്വാമിയുടെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ടേ, ഇനി ഒരു 18 വർഷം കൂടി കഴിഞ്ഞാൽ ലോകം പ്രേമത്തിൻ്റെ മതമായി മാറും എന്ന് പറയുകയാണ്. ലോകം പ്രേമത്തിൻ്റെ മതമായി മാറും. എല്ലാ ലോകങ്ങളും ഒന്നാവും അർത്ഥം. There is only one religion, the religion of love. There is only one caste, the caste of humanity.
ദർ ഇസ് ഓൺലി വൺ ഗോഡ്, ഹി ഈസ് ഓംനിപ്രസൻറ്റ്. ദർ ഇസ് ഓൺലി വൺ ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ഹാർട്ട്സ് എന്ന് സ്വാമി എപ്പോഴും പറയില്ലേ. അത് സംഭവിക്കട്ടെ. ആ പ്രേമസ്വരൂപലാര എന്നൊരു വിളിയുണ്ടല്ലോ, നമുക്ക് എപ്പോഴെങ്കിലും എന്നെങ്കിലും കേൾക്കാൻ ഇടവരട്ടെ. അതിനുവേണ്ടി നമുക്ക് നിരന്തരമായിട്ട് എപ്പോഴും സ്വാമിയോട് പ്രാർത്ഥിക്കാം. സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഓം ശ്രീ സായിരാം.